ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഇന്ന് ജൂലൈ 9 അപ്പോൾ ഇന്നത്തെ ഒരു ഡേറ്റ വെച്ച് നാളത്തെ ഒരു മാർക്കറ്റ് പ്രഡിക്ഷനാണ് ചെയ്യുന്നത്. നാളെ ഇപ്പോൾ നിഫ്റ്റിൻ്റെ കേസിലാണ് നാളെ നിഫ്റ്റി എക്സ്പയറി ആണ്. അപ്പോൾ നമുക്കൊന്ന് ഡെയിലി ക്യാൻഡിൽ വെച്ച് നോക്കാം. ഫസ്റ്റ് ഇപ്പോൾ ഡെയിലി ക്യാൻഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിലാണ്. ഇന്നത്തെ ക്യാൻഡിൽ വന്നിരിക്കുന്നത് ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഒരു ഇൻസൈഡ് ബാർ ആയിട്ടാണ് ഇന്നത്തെ ക്യാൻഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നാളെ ഇപ്പം നല്ലൊരു മൂവ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ച്, അതായത് ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ഹൈയും ഇന്നത്തെ ക്യാൻഡിലിൻ്റെ ഹൈയും ഒരേ റേഞ്ച് തന്നെയാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് മുകളിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു ലോങ് സെറ്റപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ലോങ് നമുക്ക് ട്രിഗർ ആകുകയുള്ളൂ. അതല്ലെങ്കിൽ നാളെ ഇപ്പോൾ എക്സ്പയറി ആയതുകൊണ്ട് ഇൻ ബിറ്റ്വീൻ ഈ ഒരു റേഞ്ചിൽ തന്നെ ക്യാൻഡിൽ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഇവിടെ ഫോം ആവുന്നുണ്ട്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു എൻട്രി, നമുക്ക് ലോങ് സെറ്റപ്പ് ഇപ്പം നാളെ എക്സ്പയറി ആയതുകൊണ്ട് നിഫ്റ്റിയിൽ നമുക്ക് പറയാൻ പറ്റുക. പക്ഷേ ഓവറോൾ ഇതൊരു ബുള്ളിഷ് ഇത് തന്നെയാണ്. മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ, ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു അപ് ട്രെൻഡ് തന്നെയാണ്. പക്ഷേ നാളത്തെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഒന്നിപ്പം മാർക്കറ്റ് പോസ് ആയിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ നാളെ എക്സ്പയറി കഴിഞ്ഞിട്ട് മറ്റന്നാളായിരിക്കാം ഒരു കണ്ടിന്യൂഷൻ കിട്ടുക. അതല്ല നാളെ ഇത് ബ്രേക്ക് ആവുകയാണെങ്കിൽ നല്ലൊരു മൂവ് മുകളിലേക്ക് നമുക്ക് കിട്ടും. ഇപ്പം ബാങ്ക് നിഫ്റ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഒരു ബുള്ളിഷ് ആയിട്ടാണ് ഇന്ന് ക്ലോസ് വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ക്ലോസ് വന്നിരിക്കുന്നത് ഒരു ഇൻസൈഡ് ബാർ ആയിട്ട് തന്നെയാണ്. പക്ഷേ താഴെ നല്ല റിജക്ഷൻ വന്നിട്ടുണ്ട്. സോ ഇതിന് മുകളിലേക്ക് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ, അതായത് ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ഒരു ഹൈ, അതായത് ഇന്നത്തെ ക്യാൻഡിലിൻ്റെ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ലോങ് കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഇതിനെ കണക്കാക്കാൻ പറ്റും. അപ്പോൾ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് നിഫ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ബുള്ളിഷ് ആയിട്ടാണ് ഇന്നത്തെ ഒരു ക്ലോസ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ കുറച്ച് ഡേറ്റാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഇൻഫോയിൽ പോയാൽ നമുക്ക് ഇന്നത്തെ ക്ലോസിങ് 57,256.3 PCR വന്നിരിക്കുന്നത് 0.96 മാക്സ്പെയിൻ വന്നിരിക്കുന്നത് 57,000 ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് കോൾ OI വന്നിരിക്കുന്നതും പുട്ട് OI വന്നിരിക്കുന്നതും 57,000 ഇനി ഓപ്പൺ OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 57,200 കോൾ OI ചേഞ്ച് വന്നിരിക്കുന്നത്. പുട്ട് OI ചേഞ്ച് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 56,900 അപ്പോൾ ഇത്രയും ഡേറ്റാസ് ഞാനിവിടെ എക്സലിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിൻ്റെ ക്ലോസിങ്, മാക്സ്പെയിൻ, PCR വാല്യൂ എന്ന് പറഞ്ഞാൽ 0.96 ആണ്. സോ ഇത് നമുക്ക് ഒരു ബുള്ളിഷ് അല്ലെങ്കിൽ ന്യൂട്രൽ ബയസ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹയസ്റ്റ് കോൾ OI വന്നിരിക്കുന്നതും ഹയസ്റ്റ് പുട്ട് OI വന്നിരിക്കുന്നതും ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 57,000 സോ ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഇത് മാറുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോൾ OIനേക്കാളും കമ്പയർ ചെയ്യുകയാണെങ്കിൽ പുട്ട് OI കുറച്ചും കൂടി കൂടുതൽ റൈറ്റിംഗ് നടന്നിട്ടുണ്ട്. അതായത് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയയാണ് ഈ 57,000 എന്ന് പറയുന്നത്. ഹയസ്റ്റ് കോൾ OI ചേഞ്ച് വന്നിരിക്കുന്നത് 57,200 അതായത് 57,000 മുകളിലായിട്ട് 57,200 ഒരു പുതിയൊരു ന്യൂ റെസിസ്റ്റൻസ് സോൺ ബിൽഡ് ആവുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഹയസ്റ്റ് പുട്ട് OI ചേഞ്ച് വന്നിരിക്കുന്നത് 56,900 അപ്പോൾ 56,900 ഒരു സപ്പോർട്ട് അൺവൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് കുറച്ച് വീക്ക് ആവുന്നുണ്ട്. ഈ 56,900 സപ്പോർട്ട് വീക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ചാർട്ടിൽ വരയ്ക്കുകയാണെങ്കിൽ, അപ്പം നിഫ്റ്റിൻ്റെ ചാർട്ടിൽ ഞാനൊരു 50 മിനിറ്റ്സിൽ ആക്കുകയാണ്. 50 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ 57,000 എന്ന് പറയുന്നത് ഇപ്പോഴും നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ കമ്പയർ ചെയ്യുമ്പം നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് വേണം നമുക്കിതിനെ കണക്കാക്കാൻ. കാരണം കോൾ റേറ്റിങ്ങിനേക്കാളും കൂടുതൽ പുട്ട് റേറ്റിംഗ് 57,000 വരുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ പുതിയ റെസിസ്റ്റൻസ് സോൺ നമുക്ക് ബിൽഡ് ആവുന്നത് 57,200 അപ്പം ഈ ഒരു റേഞ്ചിൽ നമുക്കൊരു പുതിയ റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. അപ്പം ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ആണ് ഒരു മെയിൻ റെസിസ്റ്റൻസ് സോണായിട്ട് ഇപ്പോൾ ഉള്ളത്.
പിന്നെ ഒരു സപ്പോർട്ട് സോൺ വരുന്നത് 57,000-ലാണ്. അപ്പം ഇൻ കേസ് 57 താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു സപ്പോർട്ട് വരുന്നത് ഈ ഒരു റേഞ്ചിലാണ് അടുത്ത ഒരു 56,800 റേഞ്ചിലാണ് നമുക്ക് അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. അപ്പം ഈവൻ 56,800 താഴെ പോവുകയാണെങ്കിൽ ഒരു മാർക്കറ്റിൻ്റെ ഒരു ബെയറിഷ് ബയസിലേക്ക് അത് പോകും. സോ ഇതാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റീൻ്റെ ഒരു റേഞ്ച്. ഇപ്പം മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഈ 57,600-ലാണ് അടുത്ത നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ഉള്ളത്. അപ്പോൾ ചാർട്ടിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് സപ്പോർട്ടും റെസിസ്റ്റൻസ് ഇവിടുന്ന് നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പം ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗും പുട്ട് റേറ്റിംഗും നടക്കുന്ന ഈ 57 ആണ്. അപ്പം 57-ൽ നമുക്ക് ഇപ്പം മാർക്കറ്റ് ഇൻ ബിറ്റ്വീൻ ഇതിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഈ രണ്ട് സപ്പോർട്ടിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയ സ്കാൽപ്പിംഗ് അതുപോലത്തെ ഉള്ള നല്ല ഒരു 250 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പാണ് വരുന്നത്. അപ്പം ഒരു സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. നല്ലൊരു മൂവ് കിട്ടണമെങ്കിൽ ഇത് ഈ 57,200 മുകളിലേക്ക് കിട്ടണം, അല്ലെങ്കിൽ ഇതിൻ്റെ താഴേക്ക് 57 ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയാലാണ് നമുക്ക് നല്ലൊരു മൂവ് ഡൗണിലേക്കാണെങ്കിൽ കിട്ടുക. അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റീൻ്റെ ഒരു മെയിൻ ലെവൽസ് എന്ന് പറയുന്നത്. ഇപ്പം നിഫ്റ്റീൻ്റെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റീൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് വാല്യൂസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 25,522.5 ആണ്. ECR വന്നിരിക്കുന്നത് 0.70 ആണ്. മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 25,500 ആണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് കോൾ OI വന്നിരിക്കുന്നത് 25,500-ലാണ്. പുട്ട് OI വന്നിരിക്കുന്നത് 25,400-ലാണ്. OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ 25,500-ൽ നല്ല പോലെ കോൾ OI ചേഞ്ച് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 75 ലാഖിൻ്റെ കോൾ OI ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. പുട്ട് OI ചേഞ്ച് വന്നിരിക്കുന്നതും 25,500-ലാണ്. ഈ ഡേറ്റാസ് ഞാനിവിടെ എക്സലിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിൻ്റെ ക്ലോസ് വന്നിരിക്കുന്നത് 25,522.5-ലാണ്. മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 25,500-ലാണ്. അപ്പം നാളെ ഇപ്പോൾ എക്സ്പയറി ആയതുകൊണ്ട് മാക്സ് പെയിൻ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പം ഇന്നത്തെ ക്ലോസിംഗ് വെച്ചിട്ടാണ് ഞാൻ ഈ മാക്സ് പെയിൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം നാളത്തെ ഓപ്പണിംഗ് അനുസരിച്ച് ഈ മാക്സ് പെയിൻ അല്ലെങ്കിൽ നാളത്തെ മൂവിനനുസരിച്ച് മാക്സ് പെയിൻ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ട്രേഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിലായിരിക്കണം നാളത്തെ ഒരു എക്സ്പയറി നാളത്തെ ഒരു ക്ലോസിംഗ് വരുന്നത്. അപ്പോൾ PCR വാല്യൂ എന്ന് പറയുന്നത് 0.7 ആണ്. അതൊരു ബെയറിഷ് ബേസ് ആയിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. ഇപ്പോൾ ഹയസ്റ്റ് കോൾ OI വന്നിരിക്കുന്നത് 25,500-ലാണ്. അതൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഹയസ്റ്റ് പുട്ട് OI വന്നിരിക്കുന്നത് 25,400-ലാണ്. ഇനി ഹയസ്റ്റ് കോൾ OI ചേഞ്ച് വന്നിരിക്കുന്നത് ഈ സെയിം 25,500-ൽ തന്നെയാണ്. അതായത് ഹെവി കോൾ റേറ്റിംഗ് ഈ 25,500-ൽ നടക്കുന്നുണ്ട്. സോ നല്ലൊരു റെസിസ്റ്റൻസ്, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് തന്നെ ഈ 25,500-ൽ നടക്കുന്നുണ്ട്. പുട്ട് OI ചേഞ്ച് വന്നിരിക്കുന്നത് 25,500-ലാണ്. അപ്പോൾ പുട്ട് OI ചേഞ്ച് വന്നിരിക്കുന്നതും 25,500-ലാണ്. പക്ഷേ അത് ചെറിയ ഒരു 9.2 ലാഖിൻ്റെ ഒരു പുട്ട് അഡീഷൻ മാത്രമേ ഈ പുട്ട് OI ചേഞ്ചിൽ വന്നിട്ടുള്ളൂ. പക്ഷേ കമ്പയർ ചെയ്യുമ്പം സപ്പോർട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ഈ 25,500 വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സപ്പോർട്ടായിട്ട് ഇവിടെ വരുന്നത് 25,400-ആണ്. അപ്പോൾ നമ്മൾ ചാർട്ടിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ 25,500-ൽ നല്ലൊരു സപ്പോർട്ട്, 25,500 നല്ലൊരു റെസിസ്റ്റൻസ് സോണ് ഉണ്ട്. ഹെവി റേറ്റിംഗ് ആണ് ഈ ഒരു റേഞ്ചിൽ നടക്കുന്നത്, ഈ ഒരു സോണിൽ നടക്കുന്നത് 25,500-ന്. സപ്പോർട്ടായിട്ട് വരുന്നത് 25,400-ആണ്. 25,400 ഇതെന്ന് പറയുന്നത് ഒരു ഇൻട്രാഡേ ലെവലും കൂടിയാണ്. സോ ഇത് നല്ലൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മാക്സ് പെയിൻ വന്നിരിക്കുന്നതും ഈ ഒരു ലെവലിൽ തന്നെയാണ്. സോ മാർക്കറ്റ് നാളെ ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ തന്നെയാണ്. ഇൻ ബിറ്റ്വീൻ ഈ ഒരു 400-നും അല്ലെങ്കിൽ 500 അല്ലെങ്കിൽ 450 to
500 റേഞ്ചിലായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു ക്ലോസിങ് വരാൻ ചാൻസ് ഇന്നത്തെ ഒരു മാക്സ് പെയിൻ വെച്ചിട്ട്. സോ നാളെ ഒരു മൂവ് ഇതിന് മുകളിലാണ്, അതായത് 25,500 അല്ലെങ്കിൽ 25,550 മുകളിൽ നമുക്കൊരു മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്കൊരു ലോങ് ഒരു ലോങ്ങിനുള്ളൊരു ചാൻസ് ഉണ്ട്. അതൊരു 25 ഒരു 600 വരെ, ഈ ഒരു റേഞ്ച് വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അതല്ല താഴേക്കൊരു 25,400 കട്ട് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ പിന്നെ അടുത്തൊരു സപ്പോർട്ട് ലെവൽ വരുന്നത് ഈ ഒരു റേഞ്ചിലാണ്, ഒരു 25,350 റേഞ്ചിലാണ് പിന്നെ അടുത്ത നല്ലൊരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ നാളെ ഇപ്പം നിഫ്റ്റീൻ്റെ എക്സ്പയറി ആണ്. അതോടൊപ്പം തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും നല്ല ഹെവി കോൾ റേറ്റിംഗ് നടക്കുന്ന ഒരു ഏരിയയാണ് ഈ 25,500 എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് ബേസ്ഡോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഹൈ വോള്യൂം ബ്രേക്കൗട്ട് വന്നാൽ മാത്രമേ മുകളിലേക്ക് പോകാൻ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ചിലപ്പോൾ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഡൗൺ അടിക്കുകയാണെങ്കിൽ ഇവിടെ 25,400 ഡൗൺ അടിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 25,350 ആണ്. അപ്പം നല്ലൊരു ബ്രേക്കൗട്ട് മുകളിലേക്ക് കിട്ടുകയാണെങ്കിൽ നല്ലൊരു മൂവ് നമുക്ക് 25,650 വരെ ഒക്കെ മുകളിലേക്ക് ഒരു മൂവ് കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പം നാളെ എക്സ്പയറി ആണ്. അപ്പം അതിനനുസരിച്ച് മൂവിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഒരു ലെവൽസ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് മെയിനായിട്ടുള്ള റേഞ്ച്. ഒന്നുകൂടി പറയാം, ഇതാണ് മെയിനായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് വരുന്നത്, ഇതാണ് ഒരു മെയിനായിട്ടുള്ളൊരു സപ്പോർട്ട് സോണായിട്ട് വരുന്നത്. കാരണം ഇവിടെ നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് സോണാണ്. അപ്പോൾ ഇതിന് മുകളിലാണ് ഓപ്പണിംഗ് വരുന്നത്. എന്നിട്ട് നല്ലൊരു മൂവ് നമുക്ക് കിട്ടുകയാണെങ്കിൽ, നല്ലൊരു ഹൈ വോളിയം ബ്രേക്കൗട്ട് വന്ന് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ലോങ്ങിനുള്ള ഒരു സെറ്റപ്പ് ബിൽഡാവും. അതല്ല താഴേക്കാണെങ്കിൽ ഈ 25,400 താഴേക്ക് വരികയാണെങ്കിൽ നല്ലൊരു ഷോർട്ട് നമുക്ക് കിട്ടും. ഇപ്പം നാളെ എക്സ്പയറി ആയതുകൊണ്ട് ഇൻ ബിറ്റ്വീൻ ഈ ഒരു റേഞ്ചിൽ എക്സ്പയർ ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പോസിബിലിറ്റീസ് ഉള്ളത്. ഓക്കെ, താങ്ക് യു.